പ്രണയത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രണയം എന്ന് പറഞ്ഞാല് എനിക്ക് ഒരാളോട് മാത്രമേ ഇപ്പൊ പ്രണയമുള്ളൂ. സിനിമ, മലയാള സിനിമയാണ്, അതാണ് എന്റെ കാമുകി, അവരോടാണ് എനിക്ക് പ്രണയം. നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. കമ്മിത്തിലൻ സാറിന്റെ ലാലേട്ടന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സംഭാഷണമാണ്. ഏത് സിനിമയിലാ? ദേവാസുരം. ദേവാസുരത്തിൽ ഷമ്മിച്ചേട്ടനല്ല, നെപ്പോളിയനാണ് വരുന്നത്. പക്ഷേ ഷമ്മിച്ചേട്ടനാണ് ഡബ് ചെയ്തത്. നീലകണ്ഠ, ഒരു കാറ് കത്തിയാ അതെനിക്ക് പുല്ല. പകരം നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയോന്നാ. പേടിയല്ല നീലാണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം, അപ്പോഴേ എനിക്ക് കളിയിൽ ഹരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. പ്രാണന്റെ പാതിയായിരുന്നവളെ പാതിയിൽ ഉപേക്ഷിച്ചിട്ടും തുടരുന്ന യാത്രയിൽ വേദന തോന്നാം. അതിലും വലുതല്ല ശേഖര, കല്ലിലും മണ്ണിലും മരത്തിലും പണിത വീട്. അപ്പൊ അങ്ങനെ നിരിച്ചേട്ടാ, നിരിച്ചേട്ടന് വരാൻ സമയമായി. കാരണം 3 നമ്പരും കഴിഞ്ഞിരിക്കുന്നു. പ്ലീസ് വെൽക്കം നിരിച്ചേട്ടൻ. കമാ. ശരിക്കും പറഞ്ഞ ഇവരുടെ ഇടയിൽ നിൽക്കാൻ എനിക്ക് പേടിയാണ്. തീ വാറുന്ന 2 ആർട്ടിസ്റ്റുകൾ അല്ലേ? യെസ്. ബാക്കി പുള്ളിയുടെ ലിസ്റ്റിലുള്ള ഇനിയും ബാക്കി കേൾക്കാം. അതെ. അപ്പോ നമുക്ക് അടുത്തത് ഡാഡി ഗിരിജയിൽ തുടങ്ങാം അല്ലെ? പുലിമുരുകൻ എന്ന ചിത്രത്തിൽ ഡാഡി ഗിരിജയായി വേഷമിട്ട ജഗപതി ബാബുവിന്റെ ശബ്ദം, ഇദ്ദേഹത്തിന് ശബ്ദം നൽകിയത് മനോജേട്ടനാണ്. ഡാഡി മംഗലാപുരത്ത് കളിച്ചു വളർന്നതിന് ശേഷം കുഞ്ഞിക്കാതർ കായ്ക്കായത്. മംഗലാപുരം കണ്ടത് എന്ത് കൊടുത്തേക്കവന്? ഡാഡിക്ക് മേടിച്ചേ ശീലമുള്ളൂ, കൊടുത്തില്ല. ഇതെന്റെ ചെറുക്കന് വേണ്ടിയിട്ടാ. അവന്റെ ദേഹത്തൊരു പൊടി വീഴരുത്. ബലരാമൻ, മുരുകന്റെ ശക്തി. സാക്ഷാൽ കൃഷ്ണ ഭഗവാന് ബലരാമനെ പോലെ അല്ലേ? പക്ഷേ ആയുസ് കുറവായി പോയല്ലോടാ ബലരാമ. നിന്നെ ഞാനും എടുക്കുക. ഡാഡിയുടെ വരവ് മുരുകൻ അറിയണ്ടേ? അതിനുള്ള ക്ഷണക്കത്താ നീ. മൂപ്പൻ പറഞ്ഞതാണ് ശരി. കാട്ടിലെ പുലിയായാലും നാട്ടിലെ മനുഷ്യരായാലും അവിടെ അതിന്റെ മടയിൽ പോയി കൊല്ലണം. അതാണ് ഈ കാടിന്റെ നിയമം. തിലകൻ ചേട്ടനെ നോക്കിയിട്ട് പൃഥ്വിരാജ് ചോദിക്കുന്നൊരു ഡയലോഗ്, ഇത്രയും നാൾ എവിടെ ആയിരുന്നു?